പ്രശസ്ത സീരിയൽ താരം അരുൺ രാഘവൻ തൃശൂർ മാള കുഴൂർ സ്വദേശിയും വിരമിച്ച അമേരിക്കൻ പ്രവാസിയുമായ അരവിന്ദാക്ഷനെ കബളിപ്പിച്ച് 14 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. വീട് പണിക്കും വ്യക്തിഗത ആവശ്യങ്ങൾക്കുമായി വാങ്ങിയ തുക വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ നൽകിയില്ലെന്നാണ് ആരോപണം. 2017 അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അരവിന്ദാക്ഷൻ അരുൺ രാഘവന്റെ സീരിയലുകൾ കാണാൻ തുടങ്ങുന്നത്. നടന്റെ അഭിനയത്തിലും പെരുമാറ്റത്തിലും ആകൃഷ്ടനായ അദ്ദേഹം സ്വന്തം മകനെപ്പോലെ അരുണിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അരുണിന്റെ ആവശ്യപ്രകാരം അമേരിക്കയിൽ നിന്ന് 25,000 രൂപയോളം വിലമതിക്കുന്ന ക്യാമറ ആക്സസറികൾ അരവിന്ദാക്ഷൻ വാങ്ങിക്കൊടുത്തിരുന്നു. കൂടാതെ വർഷം തോറും ഐഫോണുകൾ സമ്മാനമായി നൽകുന്ന ശീലവും ഉണ്ടായിരുന്നു. 2020 കൊച്ചിയിൽ 1 കോടി രൂപയുടെ ഫ്ളാറ്റ് വാങ്ങിയ അരുൺ അതിന്റെ ഇന്റീരിയർ പണികൾ പൂർത്തിയാക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. തുടർന്ന് അരവിന്ദാക്ഷൻ സഹായം വാഗ്ദാനം ചെയ്തു. ആ വർഷം ഐഫോണിന് പകരം പണമായി നൽകിയാൽ ഉപകാരപ്പെടുമെന്ന് അരുൺ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 2020 ജൂലൈ 22-ന് 11 ലക്ഷം രൂപ ബാങ്ക് വഴി അയച്ചു കൊടുത്തു. ടാക്സ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ബാങ്ക് വഴി മതിയെന്ന് അരുൺ തന്നെയാണ് നിർദ്ദേശിച്ചത്. പിന്നീട് ഫ്ളാറ്റിന്റെ EMI, ബൈക്ക്, കാർ അടവുകൾ എന്നിവയ്ക്കായി 50,000, 60,000 രൂപ വീതം റെമിറ്റ്ലി വഴിയും HDFC ഫെഡറൽ ബാങ്കുകൾ വഴിയും പലതവണയായി പണം അയച്ചു. ഫെഡറൽ ബാങ്ക് വഴി മാത്രം 12 ലക്ഷവും ആകെ 14 ലക്ഷത്തോളം രൂപയും നൽകിയതിന്റെ കൃത്യമായ ബാങ്ക് രേഖകൾ അരവിന്ദാക്ഷന്റെ കയ്യിലുണ്ട്. സ്ട്രോക്ക് വന്ന് ആരോഗ്യം മോശമായ അരവിന്ദാക്ഷൻ തനിക്കുള്ള കടങ്ങൾ വീട്ടാനായി പണം തിരികെ ചോദിച്ചപ്പോൾ അരുൺ രാഘവനും കുടുംബവും ഒഴിഞ്ഞുമാറുകയും പണം തരില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വക്കീൽ നോട്ടീസിന് മറുപടിയായി തന്റെ ഭാര്യയുടെ സ്വർണം അരവിന്ദാക്ഷൻ വാങ്ങിയിട്ടുണ്ടെന്നും അതിന് പകരമായാണ് 11 ലക്ഷം രൂപ നൽകിയതെന്നുമാണ് അരുൺ വാദിക്കുന്നത്. താൻ അരുണിന്റെ ഭാര്യയെ ആദ്യമായി കാണുന്നത് 2022 ജൂണിലാണ്. 2020 നൽകിയ പണത്തിന് പകരം 2022 പരിചയപ്പെട്ട ആളുടെ സ്വർണം വാങ്ങി എന്ന് പറയുന്നത് തികച്ചും വ്യാജമാണെന്നും അമേരിക്കയിലേക്ക് സ്വർണം കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും അരവിന്ദാക്ഷൻ വ്യക്തമാക്കി. നിലവിലെ നിയമ നടപടികൾ ഇരിങ്ങാലക്കുട കോടതിയിൽ അരവിന്ദാക്ഷൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കോടതി മീഡിയേഷനായി പലവട്ടം കേസ് വിളിച്ചെങ്കിലും അരുൺ രാഘവൻ ഹാജരായിട്ടില്ല. നടൻ അരുൺ രാഘവന്റെ പ്രതികരണം കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണെന്നും താൻ പണം ആവശ്യപ്പെട്ടതിന് തെളിവുകളോ കോളുകളോ മെസ്സേജുകളോ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ അരവിന്ദാക്ഷനോട് എന്നുമാണ് അരുൺ രാഘവൻ പ്രതികരിച്ചത്. തന്നെപ്പോലെയുള്ള വയോധികരെയും ആരാധകരെയും സ്നേഹത്തിന്റെ പേരിൽ വഞ്ചിക്കുന്ന ഇത്തരം വ്യക്തികളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാനാണ് അരവിന്ദാക്ഷൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നത്.